എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് പാണ്ഡവരുടെ പരലോക യാത്രയെക്കുറിച്ച് ഒന്ന് കേട്ടാലോ. 18 ദിവസം നീണ്ടുനിന്ന കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം യുധിഷ്ഠിരൻ ഹസ്തിനപുരത്തിൻ്റെ രാജാവായി ഏറെക്കാലം രാജ്യം ഭരിക്കുന്നു. കുറേ വർഷങ്ങൾക്ക് ശേഷം ഗാന്ധാരിയുടെ ശാപം നിമിത്തം യാദവർ പരസ്പരം പോരടിച്ചു മരിക്കുന്നു. ശ്രീകൃഷ്ണൻ ഒരു വേടൻ്റെ അമ്പേറ്റ് സ്വർഗം പ്രാപിക്കുന്നു. ശ്രീകൃഷ്ണൻ്റെ നാട്ടിലുള്ള യാദവ സ്ത്രീകളെ രക്ഷിക്കുന്നതിനായി അർജുനൻ അവിടേക്ക് ചെല്ലുകയും അവരെയും കൂട്ടി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു. എന്നാൽ യാത്രാമധ്യേ ഒരു കാട്ടിൽ വെച്ച് അവരെ കാട്ടാളന്മാർ ആക്രമിക്കുകയും അർജുനനെ തോൽപ്പിച്ച് യാദവ സ്ത്രീകളെ കൊണ്ടുപോവുകയും ചെയ്തു. അതുകൊണ്ട് അർജുനൻ കഠിനമായി വ്യസനിച്ചു. ഇത്രയേറെ കഴിവുകളുണ്ടായിട്ടും തനിക്ക് യാദവ സ്ത്രീകളെ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് ദുഃഖിച്ചിരുന്ന അർജുനന് മുമ്പിൽ വ്യാസൻ വരികയും കൃഷ്ണ സാന്നിധ്യത്തിൽ മാത്രമേ അർജുനന് ശക്തിയുള്ളൂ എന്ന് അവനെ അറിയിക്കുകയും ചെയ്തു. ഈ കാലഘട്ടമായപ്പോഴേക്കും രാജ്യം അഭിമന്യുവിൻ്റെ പുത്രനായ പരീക്ഷിത്തിനെ ഏൽപ്പിച്ച് യുധിഷ്ഠിരനും സഹോദരങ്ങളും പരലോകയാത്രയ്ക്ക് തയ്യാറായി. അവർ പരലോകയാത്രയ്ക്കായുള്ള മഹാപ്രസ്ഥാനം ആരംഭിച്ചു. അവർ യാത്ര തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ അഗ്നിദേവൻ അവർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അഗ്നിദേവൻ അർജുനനോട് ഇപ്രകാരം പറഞ്ഞു: അല്ലയോ അർജുന, ഞാൻ നിനക്ക് വരുണദേവനിൽ നിന്ന് വാങ്ങിത്തന്ന ഗാണ്ഡീവവും അമ്പൊടുങ്ങാത്ത ആവനാഴിയും നീ സമുദ്രത്തിൽ ഉപേക്ഷിക്കൂ. ഇനി നിനക്ക് അതിൻ്റെ ആവശ്യമില്ല. അർജുനൻ അഗ്നിദേവൻ പറഞ്ഞതുപ്രകാരം തന്നെ പ്രവർത്തിച്ചു. ആദ്യം യുധിഷ്ഠിരൻ, പിന്നീട് ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ, പാഞ്ചാലി, ഈ ക്രമത്തിലായിരുന്നു അവർ നടന്നിരുന്നത്. നടന്ന് അവർ ഹിമാലയത്തിൻ്റെ അടിവാരത്തിലെത്തി. അവിടെ നിന്ന് മഹാമേരു ലക്ഷ്യമാക്കി അവർ യാത്ര തുടർന്നു. യാത്രാമധ്യേ പാഞ്ചാലി ആദ്യം തളർന്നു വീണ പാഞ്ചാലിയെ ഭീമൻ ഓടിച്ചെന്ന് താങ്ങിയെടുത്തു. പാഞ്ചാലി വീഴുന്നത് കണ്ടിട്ടും യാതൊരു ഭാവഭേദവുമില്ലാതെ മുന്നോട്ട് നടക്കുന്ന യുധിഷ്ഠിരനെ ഭീമൻ വിളിച്ചു. യുധിഷ്ഠിരൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു: ഭീമ, ജനിച്ചാൽ മരണം സംഭവിച്ചിരിക്കണം. അതുകൊണ്ട് നീ അവളെ ഉപേക്ഷിച്ച് യാത്ര തുടരൂ. വളരെയധികം വേദനയോടുകൂടി ഭീമൻ ദ്രൗപദിയെ അവിടെ ഉപേക്ഷിക്കുകയും അതോടുകൂടി അവളുടെ ജീവൻ നഷ്ടമാവുകയും ചെയ്തു. ഭീമൻ തൻ്റെ ജ്യേഷ്ഠനെ പിന്തുടർന്നു. എന്തുകൊണ്ടാണ് ദ്രൗപദി ആദ്യം വീണത് എന്ന ചോദ്യത്തിന് യുധിഷ്ഠിരൻ പറഞ്ഞ മറുപടി ഇപ്രകാരമായിരുന്നു: അവൾക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നുവെങ്കിലും അവൾ എപ്പോഴും ഒരു പക്ഷപാതം അർജുനനോട് കാണിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവൾ ആദ്യം മരിച്ചത്. അവർ യാത്ര തുടർന്നു. അടുത്തതായി വീണത് സഹദേവനായിരുന്നു. താനാണ് ഏറ്റവും വലിയ വിജ്ഞാനി എന്ന അഹങ്കാരം സഹദേവൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവൻ രണ്ടാമതായി മരിച്ചതെന്ന് യുധിഷ്ഠിരൻ ഭീമനോട് പറഞ്ഞു. ഇവരുടെ യാത്ര വീണ്ടും തുടർന്നു. ഈ യാത്രയിൽ വളരെ ക്ഷീണിതനായ ഒരു നായ ഇവരെ പിന്തുടർന്നിരുന്നു. മൂന്നാമതായി വീണത് നകുലനായിരുന്നു. തൻ്റെ സൗന്ദര്യത്തിലുണ്ടായിരുന്ന നകുലൻ്റെ അഹങ്കാരമാണ് അവനെ മൂന്നാമതായി മരണം പുൽകുവാനുള്ള കാരണമെന്ന് യുധിഷ്ഠിരൻ പറഞ്ഞു. നാലാമതായി അർജുനനാണ് വീണു മരിച്ചത്. അർജുനൻ ഒരു പകൽ കൊണ്ട് തൻ്റെ ശത്രുക്കളെ മുഴുവൻ കൊന്നൊടുക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തെന്നും ആ പ്രതിജ്ഞ പാലിക്കുവാൻ അവന് സാധിച്ചില്ലെന്നും അതുകൊണ്ടാണ് നാലാമതവൻ മരിച്ചതെന്നും ഭീമനോട് യുധിഷ്ഠിരൻ പറഞ്ഞു. അല്പദൂരം കഴിഞ്ഞപ്പോൾ ഭീമനും വീണു മരിച്ചു. ഭീമൻ വീണതിന് ശേഷവും യുധിഷ്ഠിരൻ യാത്ര തുടർന്നു. യുധിഷ്ഠിരനോടൊപ്പം ക്ഷീണിതനായ ആ നായയും യാത്ര ചെയ്തിരുന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ ദേവേന്ദ്രൻ സ്വർണരഥത്തിൽ യുധിഷ്ഠിരന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. യുധിഷ്ഠിരനോട് ദേവേന്ദ്രൻ പറഞ്ഞു: അല്ലയോ യുധിഷ്ഠിര, നിന്നെ ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. വന്ന് രഥത്തിൽ കയറിയാലും. ഉടനെ യുധിഷ്ഠിരൻ പറഞ്ഞു: എൻ്റെ സഹോദരന്മാരും ദ്രൗപദിയുമില്ലാതെ ഞാൻ സ്വർഗത്തിലേക്ക് വരുന്നില്ല. അപ്പോൾ ദേവേന്ദ്രൻ പറഞ്ഞു: അവരെല്ലാം അവരുടെ ശരീരം ഭൂമിയിൽ ഉപേക്ഷിച്ച് എപ്പോഴേ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞു. ശരീരത്തോടുകൂടി സ്വർഗത്തിലേക്ക് ചെല്ലുവാനുള്ള പുണ്യമൊന്നും അവർ ചെയ്തിട്ടില്ല. നീയാണത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നിന്നെ കൊണ്ടുപോകുവാൻ ഞാൻ നേരിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് മടിക്കാതെ രഥത്തിൽ കയറൂ എന്നാവശ്യപ്പെട്ടു. അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു: ഇത്രയും സമയമായിട്ടും എന്നെ പിന്തുടർന്നുകൊണ്ട് ഈ നായ എന്നോടൊപ്പം വന്നിട്ടുണ്ട്. ഇവനെ ഇവിടെ ഉപേക്ഷിച്ച് എനിക്ക് വരാൻ സാധിക്കില്ല. എന്നോടൊപ്പം അവനെ കൂടി ആ രഥത്തിൽ കയറ്റുവാൻ അങ്ങ് അനുവദിക്കണം.
അപ്പോൾ ദേവേന്ദ്രൻ പറഞ്ഞത് എന്താണ്? ഒരിക്കലും അത് സാധ്യമല്ല. ഇത് പുണ്യാത്മാക്കളെ മാത്രം കൊണ്ടുപോകുവാനുള്ള രഥമാണ്. ഇതിലൊരിക്കലും ഈ നികൃഷ്ടനായ ഒരു ജീവിയെ കയറ്റുവാൻ സാധ്യമല്ല. അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ അങ്ങ് ദയവായി തിരിച്ചു പോകൂ. ഞാനും എൻ്റെ സഹോദരന്മാരെ പോലെ ഈ വഴിയിൽ വീണു മരിച്ചു കൊള്ളട്ടെ. ഈ നായയെ ഇവിടെ ഉപേക്ഷിച്ച് ഒരിക്കലും എനിക്ക് അങ്ങയോടൊപ്പം വരാൻ സാധിക്കില്ല. ഇത് കേട്ട ദേവേന്ദ്രൻ പുഞ്ചിരിയോടുകൂടി ആ നായയെ നോക്കി. ആ നായ ഉടനെ തന്നെ യമദേവനായി രൂപം മാറി. യുധിഷ്ഠിരൻ്റെ പിതാവായ യമദേവൻ തൻ്റെ മകൻ്റെ സത്യസന്ധതയും സ്വഭാവശുദ്ധിയും പരിശോധിക്കുവാനായാണ് അവനോടൊപ്പം ഒരു നായയായി വേഷം മാറി സഞ്ചരിച്ചത്. സന്തുഷ്ടനായ യുധിഷ്ഠിരൻ ദേവേന്ദ്രനോടൊപ്പം രഥത്തിൽ കയറുകയും സ്വർഗലോകത്ത് എത്തിച്ചേരുകയും ചെയ്തു. എന്നാൽ അവിടെ രത്നം പതിച്ച സിംഹാസനത്തിൽ ദുര്യോധനനും അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരും ഇരിക്കുന്നത് കണ്ട് വളരെയധികം അത്ഭുതത്തോടുകൂടി ദേവേന്ദ്രനോട് യുധിഷ്ഠിരൻ ചോദിക്കുന്നു, ഇത്രയേറെ തെറ്റുകൾ ചെയ്ത ദുര്യോധനും സഹോദരന്മാരും സ്വർഗത്തിലിരിക്കുന്നു, എന്നാൽ എനിക്ക് എൻ്റെ സഹോദരന്മാരെയും ഭാര്യയെയും ഇവിടെ കാണുവാനും സാധിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ് ദേവേന്ദ്ര? അപ്പോൾ ദേവേന്ദ്രൻ യുധിഷ്ഠിരനെയും കൊണ്ട് നരകത്തിലേക്ക് എത്തുന്നു. കടുത്ത ഇരുട്ടിൽ അവിടെ ഒന്നും തന്നെ യുധിഷ്ഠിരന് കാണാൻ സാധിച്ചില്ലെങ്കിലും അമിതമായ വേദനയിൽ പുളയുന്ന മനുഷ്യരുടെ കരച്ചിൽ അദ്ദേഹത്തിന് കേൾക്കാൻ കഴിഞ്ഞു. അത് തൻ്റെ സഹോദരന്മാരുടെ കരച്ചിലാണോ എന്ന് യുധിഷ്ഠിരന് സംശയം തോന്നി. എന്തു തന്നെയായാലും തൻ്റെ സഹോദരന്മാരോടൊപ്പം താൻ ഇവിടെ തന്നെ കഴിഞ്ഞുകൊള്ളാമെന്ന് യുധിഷ്ഠിരൻ ദേവേന്ദ്രനോട് പറഞ്ഞു. എന്നാൽ ആ നിമിഷം തന്നെ അവിടെ വെളിച്ചം പരക്കുകയും സ്വർഗലോകത്തിലേക്ക് അവർ തിരിച്ചെത്തുകയും ചെയ്തു. അവിടെ തൻ്റെ സഹോദരങ്ങളെയും ഭാര്യയെയും കാണുവാൻ കഴിഞ്ഞ യുധിഷ്ഠിരൻ ദേവേന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ദേവേന്ദ്ര അങ്ങ് അല്പസമയം എന്നെ നരകത്തിൻ്റെ കാഴ്ചകളിലേക്ക് കൊണ്ടുപോയത്? അതിന് ദേവേന്ദ്രൻ പറയുന്ന മറുപടി, അല്ലയോ യുധിഷ്ഠിര, യുദ്ധഭൂമിയിൽ നീ പറഞ്ഞ ഒരു നുണയാണ് ദ്രോണാചാര്യരുടെ മരണത്തിന് കാരണമായത്. ആ ഒരു നുണ പറഞ്ഞതിൻ്റെ പേരിലാണ് അല്പസമയം നിനക്ക് നരകത്തിൽ കഴിയേണ്ടി വന്നത്. ഇത്രയും പറഞ്ഞ് യുധിഷ്ഠിരനെയും അദ്ദേഹം സ്വർഗലോകത്തിലേക്ക് ആനയിച്ചു. അദ്ദേഹം തൻ്റെ സഹോദരങ്ങളോടും ഭാര്യയോടുമൊപ്പം സന്തോഷമായി സ്വർഗലോകത്ത് കഴിഞ്ഞു.